ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഞങ്ങളൊരു പാർക്കിൽ കയറിയിരിക്കുവാണ്. ഇവിടെ ഇല്ലേ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴേക്കും അവിടെ ഒരു ട്രീ ഹൗസിൻ്റെ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ആണെങ്കിൽ ചേച്ചി പൂ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ ബുക്ക് സ്റ്റോർ ഉണ്ടോ എന്നാണ് തോന്നുന്നത്. ഇവിടെ അറിയത്തില്ല. ഞങ്ങളിപ്പോൾ പ്ലേ ഗ്രൗണ്ടിലാണ്. ഞങ്ങളിപ്പോൾ അവിടുത്തെ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ രണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലാടുന്നു. ഒരാൾ മുമ്പോട്ട്, ഒരാൾ കുറച്ച് മുമ്പോട്ട്. എന്തുവാടേ ഇത്? ഞാൻ റെഡി സ്റ്റഡി. ഞാനപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ജിമ്മ് ഞാൻ പണിയുകയാണ്. പുറകെ തന്നെ കുറച്ച് പേര് അവിടെ വന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയാ പണിയുന്നത്. ഓക്കെ, ചേച്ചിയാണെങ്കിൽ അവിടെ ഇല്ല, ഇങ്ങനെ ഇരിക്കുക. ഇതാണ്ട് ചേച്ചി കണ്ടോ, ഇത് എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഞാൻ അതിനകത്ത് കയറി നോക്കി. ആദ്യം ഇച്ചിരി പാടാണ്, ഇപ്പം സിമ്പിളാണ്. പിന്നെ ഇത് പിന്നെ ഒരു ശില്പം കല്ലും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആനയാണ്. എൻ്റെ പേര് എൻ്റെ മാലയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോഴൊക്കെ ഇതൊക്കെ എടുത്തില്ലേ, ആ സാധനം. പിന്നെ അമ്മച്ചി ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ കുറേ മരങ്ങളും കുറേ പണ്ടത്തെ ഫോട്ടോകളാണിത്. പിന്നെ പണ്ടത്തെ വീടാണിത്. ഓക്കെ, അമ്പലം പോലെയുണ്ട് കണ്ടത്. പിന്നെ ഞങ്ങൾ ഇത് കണ്ടു. അവിടെ ഇത് കണ്ടേക്കുന്നത് നോ ടേസ്റ്റ്. പിന്നെ ഇതാ കഴിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മൾ കഴിച്ചാൽ നല്ലതല്ലെന്നാണ് ഇവിടെ ബോർഡിൽ എഴുതി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഷവർമ്മ ഉണ്ടോ, ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞാൽ. എൻ്റെ അപ്പുറത്ത് തന്നെയില്ലേ ഒരമ്മച്ചി ചമ്മന്തി കൊടുത്തിട്ടുണ്ടിരിക്കും. പിന്നെ ഈ ശംഖ്. പിന്നെ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ കാടുകൾ. ഇങ്ങനെ ചുള്ളികളാ. ഞാൻ അവിടെ നിൽപ്പുണ്ട്. ചുള്ളിയാണ്. ഇത് എന്തോ പേര് മാറണേ. പിന്നെ പാണ്ഡവ അവിടുത്തെ ഇറങ്ങിയതുള്ളൂ. ഞാൻ പിന്നെ കുണ്ടലപ്പം കഴിച്ചോണ്ടാവും അറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ വിളിച്ചേ. ഐ എം സോറി. അങ്ങോട്ടോ ഞാനവിടെ കഴിച്ചോണ്ടിരിക്കും. മൊത്തം ചൂടാണ്. ഞാൻ പുറത്ത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ പോകാറായി. അവിടെ ട്രീ ഹൗസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ എൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി.